പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് AC ബ്ലോക്ക് ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഏരിയ കവർ ചെയ്യാൻ എത്ര ബ്രിക്ക് വേണ്ടി വരും, പിന്നെ അതുകൊണ്ട് ഉള്ള ഒരു ഗുണങ്ങൾ, നമ്മളിപ്പോൾ AC ബ്ലോക്ക് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണങ്ങൾ, ഇത് എന്തുകൊണ്ടാണ് AC ബ്ലോക്ക് ഉപയോഗിക്കുന്നത്, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും ഉള്ള ഒരു ചുമരോ വർക്ക് ചെയ്യുന്നതിന്, അതായത് 1 മീറ്റർ സ്ക്വയർ വർക്ക് ചെയ്യുന്നതിന് എത്ര AC ബ്ലോക്ക് വേണ്ടി വരും നോക്കാം. നാച്ചുറൽ കേസിൽ നമ്മൾ 600 സെൻറ്റിമീറ്റർ നീളവും 200 സെൻറ്റിമീറ്റർ വീതിയുള്ള AC ബ്ലോക്കാണ് ഉപയോഗിക്കുന്നത്. 1 മീറ്റർ സ്ക്വയർ വർക്ക് ചെയ്യുന്നതിനായിട്ട് നമുക്ക് 6.16 കട്ട എന്ന് ബ്രിക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ 600 സെൻറ്റിമീറ്റർ നീളവും 200 സെൻറ്റിമീറ്റർ വീതിയുള്ള 6.16 കട്ട ആവശ്യമായിട്ട് വരും. സാധാരണ ഇവിടെ ഉപയോഗിച്ചത് 12 സെൻറ്റിമീറ്റർ, ഏകദേശം 5 ഇഞ്ച് കനമുള്ള കട്ടയാണ് ഉപയോഗിച്ചാണ്. അപ്പോൾ കനം കൂടുതലും കുറവും വരുമ്പോൾ അതിൻ്റെ വ്യത്യാസം വരും. ഒരു കട്ട 12 കിലോ ആണ് വരിക. അപ്പം നമുക്ക് ഏകദേശം 74 കിലോ വെയിറ്റ് 1 മീറ്റർ സ്ക്വയർ വർക്ക് ചെയ്യുന്നതിനായിട്ട് ആവശ്യമായിട്ട് വരുള്ളൂ. 73.92 ആണ്, 74 കൂട്ടാം നമുക്ക്. അതേസമയം നമ്മൾ ഇതേ 1 മീറ്റർ സ്ക്വയർ നമ്മൾ വെട്ടുകല്ല് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വെട്ടുകല്ല് ഏകദേശം 35 കിലോ ആണ് വരിക. അപ്പോൾ നമുക്കൊരു മീറ്റർ സ്ക്വയർ വെട്ടുകല്ല് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 14 വെട്ടുകല്ല് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്കറിയാം 14 വെട്ടുകല്ല് 35 കിലോ വെച്ച് വരികയാണെങ്കിൽ ഒരു 490 കിലോ ഏകദേശം വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 74 കിലോ വെയിറ്റ് കയറുന്നതും ഈ 490 kg വെയിറ്റ് കയറുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്സ്റ്റെയറിൽ ഒരു വരാന്ത, ആ റൂമിലേക്ക് ഉപയോഗിക്കാനായിട്ടാണ് അതങ്ങനെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഏകദേശം 1 മീറ്റർ സ്ക്വയർ 490 kgയുടെ സ്ഥാനത്ത് ഈ AC ബ്ലോക്ക് 5 ഇഞ്ച് കട്ട യൂസ് ചെയ്തപ്പോൾ ഏകദേശം 74 കിലോ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു AC ബ്ലോക്കിൻ്റെ ഒരു 6.5 മൾട്ടിപ്പിൾ ചെയ്യണ വെയിറ്റ്, അത്രയും 6.5 ഇരട്ടിയോളം തൂക്കം നമുക്ക് ഈ വെട്ടിയിൽ യൂസ് ചെയ്യണേ വരും. ഓക്കെ, താങ്ക് യു.